തിളങ്ങുന്ന നാലക്ഷരം. ഇന്ന് നിങ്ങൾ കാണുന്ന ലളിത രൂപപ്പെട്ടു വരുന്നതിൻ്റെ ആരംഭം കുറിച്ച ദിവസം അന്നാണ് 1964 സെപ്റ്റംബർ 4 ആ ദിവസം എനിക്ക് മറക്കാൻ പറ്റില്ല. ഞാനായി തീർന്നതിൻ്റെ ആദ്യ ദിവസം. എൻ്റെ പേരിനൊപ്പം നാലക്ഷരം കൂടിച്ചേരുന്നതിൻ്റെ ആരംഭം. അതൊരു വെറും നാലക്ഷരമല്ല, പൊരുതുന്ന ഒരു കലാസാംസ്കാരിക പ്രസ്ഥാനം എൻ്റെ പേരിനോട് കൂട്ടിച്ചേർത്ത നാലക്ഷരമാണ്. ഒരുപാട് കൊല്ലത്തെ എൻ്റെ സ്വപ്നവും എൻ്റെ കർമ്മഫലവും സംയോജിച്ച ദിവസം. അച്ഛനും എൻ്റെ കൂടെയുണ്ട്. ആ യാത്ര അച്ഛനെ സന്തോഷിപ്പിക്കുന്നുണ്ടെന്ന് ആ മുഖം നോക്കിയാൽ എനിക്കറിയാം. അച്ഛൻ്റെ കൈപിടിച്ചാണ് ചെറുപ്പം മുതലേ ഞാൻ ആ സ്വപ്നത്തിലേക്ക് നടന്നു കയറിയത്. അച്ഛന് കലയോട് മാത്രം തോന്നിയ ഒരു താല്പര്യമായിരുന്നില്ല അത്. ഒരു രാഷ്ട്രീയത്തോടുള്ള സ്നേഹം കൂടിയായിരുന്നു അത് എന്നെയും ആ ദിശയിലേക്ക് നയിച്ചു. ഒരുപാട് തവണ ബസ്സിലിരുന്ന് യാത്രകളിൽ ഈ സ്ഥലം ഞാൻ നോക്കി കൊതിച്ചിട്ടുണ്ട്. ആ ഗേറ്റിലൂടെ എന്നാണ് ഞാൻ അവിടെ കാലുകൾ കുത്തുക എന്ന് എന്നും ഓർത്തുകൊണ്ടിരുന്നു. അവരിലൊരാളാവുക എന്നാണെന്നും. കടന്നു ചെന്നപ്പോൾ ആഹ്ലാദം കൊണ്ടും ഉത്കണ്ഠ കൊണ്ടും എൻ്റെ നെഞ്ചിടിച്ചു. ആദ്യം കാണുന്നത് ഭവാനി ചേച്ചിയെയാണ്. അവർ തിണ്ണമേൽ നിൽപ്പുണ്ട്. ബസ് ഇറങ്ങുമ്പോഴേ ഞാൻ അവരെ കാണുന്നുണ്ട്. പരിചയപ്പെടാൻ ഞാനൊരു വെറും ചോദ്യം ചോദിച്ചു, ഇതല്ലേ KPSC? എടുത്ത വായിൽ മറുപടിയും വന്നു, കണ്ടാൽ അറിഞ്ഞുകൂടായോ കൊച്ചേ? അത് ചേച്ചി, എന്തെങ്കിലും ഒന്ന് ചോദിക്കാൻ വേണ്ടി ചോദിച്ചതാ. നീ എവിടെന്നാ കൊച്ചേ വരണത്? ഞങ്ങളങ്ങ് ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരികയാണേ. പിന്നെ വർത്തമാനമൊക്കെ അച്ഛൻ അങ്ങോട്ട് ഏറ്റെടുത്തു. എന്തൊക്കെയോ ചോദിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. വന്നാട്ടെ, ഇവിടെ ഇരിക്കി, ഞാൻ ആൾക്കാരെയൊക്കെ വിളിക്കാം. പെട്ടെന്ന് ഭവാനി ചേച്ചി കാര്യക്കാരിയായി. നോക്കുമ്പോഴുണ്ട് ഉമ്മുക്ക അവിടെ നിൽക്കുന്നു, KP ഉമ്മർ. ഹാളിൽ നാടകത്തിൻ്റെ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. KS ജോർജുമുണ്ട് കൂടെ. അന്ന് KPSCയിൽ ചെല്ലപ്പൻ പിള്ള എന്നൊരു ക്ലർക്കുണ്ടായിരുന്നു. പുള്ളി വന്ന് എന്നെ അടിമുടിയൊന്ന് നിരീക്ഷിച്ച് അകത്തേക്ക് തന്നെ കയറിപ്പോയി. പുള്ളിക്കെന്നെ അത്രയ്ക്കങ്ങ് പിടിച്ചില്ലെന്ന് തോന്നുന്നു. എന്തോന്ന് മെലിഞ്ഞൊരു നരുന്ത് പെണ്ണ്. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ബാസിച്ചേട്ടൻ വന്നു. തോപ്പിൽ ബാസി. ഞാൻ ആദ്യം കാണുകയാണ്. എൻ്റെ ആദരവുകളിലേക്കും സ്നേഹങ്ങളിലേക്കും എൻ്റെ ജീവിത വിജയങ്ങളിലേക്കുമാണ് ആ മനുഷ്യൻ കയറി വരുന്നത്. KPSC പുതിയ ആകാശം പുതിയ ഭൂമി കളിച്ചു തീർന്ന സമയമാണത്. അശ്വമേധത്തിൻ്റെ 2ാം വരവാണിനി. അതിൻ്റെ റിഹേഴ്സൽ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പുതിയ നാടകം ബാസിച്ചേട്ടൻ എഴുതിയിട്ടില്ല. അക്കൊല്ലം പുതിയ നാടകമൊന്നും വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. പഴയ നാടകങ്ങളൊക്കെ എടുത്ത് വീണ്ടും കളിക്കുകയാണ്. മൂലധനം, നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി, സർവേക്കല്ല്, മുടിയനായ പുത്രൻ, പുതിയ ആകാശം പുതിയ ഭൂമി, അശ്വമേധം, എല്ലാം കൂടെ 7 നാടകങ്ങളുണ്ട്. ഈ എല്ലാ നാടകത്തിനും കൂടി പറ്റിയ ഒരാൾ വേണം. നൃത്തമറിയണം, കുറച്ച് പാടണം, പിന്നെ അഭിനയിക്കണം. നേരത്തെ അവതരിപ്പിച്ച നാടകങ്ങളായതുകൊണ്ട് കാണികൾ അഭിനയത്തെക്കുറിച്ച് മനസ്താപപ്പെടരുത്. അങ്ങനെ ഒരാളെയാണ് അവർ തേടിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ മനസ്സിൽ ഇവരെങ്ങനെയെങ്കിലും എന്നെ എടുത്താൽ മതിയെന്ന മനസ്സ് നിറയെ പ്രാർത്ഥനയാണ്. നേരെ അപ്പുറത്ത് ഹാൾ മാതിരി ഒരു സ്ഥലമുണ്ട്. അതിൻ്റെ വരാന്തയിലാണ് റിഹേഴ്സലൊക്കെ നടക്കുന്നത്. അകത്തൊരു മുറിയിലാണ് ഉമ്മുക്കയുടെ വാസം. അങ്ങോട്ടേക്ക് എന്നെ വിളിച്ചുകൊണ്ടുപോയി അവിടെ ഇരുത്തി. അവിടെ KS ജോർജ് ഇരിപ്പുണ്ട്. കുറച്ചുകൂടി നേരം കഴിഞ്ഞപ്പോൾ സുലോചന ചേച്ചിയും വന്നു. അവർ അതിനടുത്ത് തന്നെയാണ് താമസം. ഞാൻ ചെന്നതിന് ശേഷം സുലോചന ചേച്ചിയെ വിളിപ്പിച്ചതാണ്. കാരണം അവരാണല്ലോ പ്രധാന ജഡ്ജി. അവർ യെസ് പറഞ്ഞാലേ അതിനകത്ത് കടന്നുകൂടാൻ പറ്റൂ. അവർക്ക് പിടിച്ചില്ലെങ്കിൽ സംഗതി അതോടെ തീരും. പിന്നെ ആരു പറഞ്ഞാലും രക്ഷയില്ല. അവരാണ് ചക്രവർത്തിനി. എനിക്ക് ചേച്ചിയെ കണ്ടപ്പോൾ വലിയ സന്തോഷമായി. അവരെ ഞാൻ നേരത്തെ തന്നെ അടുത്ത് കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടില്ലെന്ന് മാത്രം. ഗംഗാധരൻ മാസ്റ്ററുടെ ഡാൻസ് പരിപാടിയും KPSCയുടെ നാടകവുമൊക്കെ ഒരേ സ്റ്റേജിൽ ഉണ്ടാവാറുണ്ട്.
നൃത്ത പരിപാടിയൊക്കെ കഴിഞ്ഞ് അവസാനമായിരിക്കും നാടകം. അവരൊക്കെ താമസിച്ച് ആ സമയമാവുമ്പോഴേ എത്തുകയുള്ളൂ. ഞങ്ങൾ മേക്കപ്പൊക്കെ അഴിച്ച് ഇവരെയൊക്കെ കാണാൻ നിൽക്കും. ലീലയൊക്കെ ഒന്ന് നോക്കി ചിരിച്ചിട്ട് പോവും. അത്രയുള്ളൂ. ആരുമായും മിണ്ടിയും പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ ആ സമയത്തൊക്കെ സ്റ്റേജിൻ്റെ സൈഡ് കർട്ടൻ്റെ മറയത്തിരുന്ന് പുതിയ ആകാശം പുതിയ ഭൂമി നാടകമൊക്കെ കണ്ടിട്ടുണ്ട്. മുഴുവനായിട്ടല്ല. നൃത്തത്തിൻ്റെ സെറ്റും സാധനവുമൊക്കെ പാക്ക് ചെയ്യുന്ന സമയമുണ്ടല്ലോ, കുറച്ച് സമയം കിട്ടും. അത്രയും നേരം പോയിരുന്ന് കാണും. അതുകൊണ്ട് നാടകത്തിൻ്റെ തുടക്കമൊക്കെ കാണാൻ പറ്റിയിട്ടുള്ളൂ. എന്നാൽ മൂലധനം നാടകം ഞാൻ മുഴുവനും കണ്ടിട്ടുണ്ട്. അച്ഛൻ കൊണ്ടുപോയി കാണിച്ചതാണ്. സുധർമ്മ ചേച്ചിയൊക്കെ അഭിനയിക്കുന്ന സമയമാണ്. ചങ്ങനാശ്ശേരി ന്യൂ തിയേറ്ററിലായിരുന്നു ഞാനൊരു നാടകം കാണുന്നത്. അതാദ്യമാണ്. അന്ന് ഞാൻ ഗംഗാധരൻ മാസ്റ്റർ ട്രൂപ്പിലുള്ള സമയമാണ്. അന്ന് സുധർമ്മ ചേച്ചിയും ട്രൂപ്പിലുണ്ട്. അവരെ വിളിക്കാനായി വണ്ടി വരുമ്പോൾ ഞാൻ ഇവരെയൊക്കെ കണ്ടിട്ടുണ്ട്. അന്നൊക്കെ സുധർമ്മ ചേച്ചിക്കൊക്കെ എന്നും നാടകമായിരുന്നു. കവിയൂർ പൊന്നമ്മയെയൊക്കെ ഞാൻ ആദ്യം കാണുന്നത് KPSCയുടെയും പ്രതിഭയുടെയും ഒക്കെ വണ്ടികൾ വന്ന് നിൽക്കുമ്പോഴാണ്. ഇൻ്റർവ്യൂ രസമായിരുന്നു. എങ്ങനെയെങ്കിലും അവരെയൊക്കെ പ്രീതിപ്പെടുത്താൻ ഞാൻ പാടുകയും ആടുകയും ഒക്കെ ചെയ്തു. എൻ്റെ പെട്ടെന്നുള്ള പ്രതികരണം അവർക്കിഷ്ടമായിരുന്നെന്ന് പിന്നീട് ഞാൻ അറിഞ്ഞു. KS ജോർജിൻ്റെ ആദ്യത്തെ ചോദ്യം പാട്ടുപാടാൻ അറിയുമോ എന്നായിരുന്നു. ഇൻ്റർവ്യൂവിൻ്റെ തുടക്കം തന്നെ അതാണ്. അറിയില്ലെന്ന് പറഞ്ഞാൽ അതോടെ ഇൻ്റർവ്യൂ അവസാനിപ്പിക്കുന്ന മട്ടിലാണ് ചോദ്യം. എനിക്ക് അങ്ങനെയൊന്നും പാടാൻ അറിയത്തില്ലല്ലോ. മനോബലം കൊണ്ട് എവിടെയും കയറി ചെറുപ്പം മുതലേ പാടുമെന്ന് മാത്രം. പാട്ടൊന്നും പഠിച്ചിട്ടുമില്ല. പാടാൻ അറിയാമെന്ന് തന്നെ ഉറച്ചങ്ങ് ഞാൻ പറഞ്ഞു. എന്നാൽ പാടിയാട്ടെ എന്നായി. പറഞ്ഞു തീരും മുൻപേ ഞാൻ പാട്ട് തുടങ്ങി. അവർക്കിഷ്ടപ്പെടണമല്ലോ, അതുകൊണ്ട് അവരുടെ പാട്ട് തന്നെ പാടി. അമ്പിളി അമ്മാവ താമര കുമ്പിളിലെന്തുണ്ട്, അമ്പിളി അമ്മാവ താമര കുമ്പിളിലെന്തുണ്ട്. പാടി തീരുന്നതുവരെ അന്യോന്യം മുഖത്തു നോക്കി അവരൊക്കെ കേട്ടിരുന്നു. അടുത്ത ചോദ്യം ഡാൻസ് ചെയ്യാൻ അറിയാമോ എന്നാണ്. ചെയ്യാലോ. എന്നാലൊന്ന് ചെയ്യേ. അതിനെന്താ, ഡാൻസും ചെയ്തു. പാട്ട് അതുതന്നെ. ഡാൻസ് ഉണ്ടാക്കി കാച്ചി. അമ്പിളി അമ്മാവ. മുഖത്തോട് മുഖം നോക്കി അവർ ചിരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. പിന്നെ എന്തെങ്കിലും ഡയലോഗ് പറയാൻ പറ്റുമോ എന്നായി. പറഞ്ഞു തന്നാൽ പറയാം. സുലോചന ചേച്ചിയാണ് ഡയലോഗ് പറഞ്ഞു തന്നത്. അതും തീർന്നു. അന്ന് പാവാടയും ഹാഫ് സാരിയുമാണ് എൻ്റെ വേഷം. ഈ ഇൻ്റർവ്യൂ കമ്മിറ്റിയിൽ ആരൊക്കെയാണെന്നോ KS ജോർജ്, സുലോചന, KP ഉമ്മർ, ബാസിച്ചേട്ടൻ, ചെല്ലപ്പൻ പിള്ളച്ചേട്ടൻ, ഭവാനി ചേച്ചിയും പാമ്പാക്കുട ലീലയുമൊക്കെ കാഴ്ചക്കാരായി അവിടെ തന്നെയുണ്ട്. അന്ന് KPSCയിൽ നാടകമില്ലാത്ത ദിവസമാണ്. പിറ്റേ ദിവസം നാടകമുണ്ട്. അതുകൊണ്ട് എല്ലാവരും അവിടെ തന്നെയുണ്ട്. അന്ന് ഞങ്ങൾ ഊണൊക്കെ അവിടെ നിന്നാണ് കഴിച്ചത്. ഊണ് കഴിഞ്ഞ് സുലോചന ചേച്ചി സ്ഥലം വിട്ടു. ഒരു 3 മണിയായപ്പോൾ പറഞ്ഞു, ഇപ്പോൾ പോയിക്കോളൂ, പിന്നീട് വിവരം അറിയിക്കാം. എനിക്കങ്ങ് വേവലാതിയായി. ഇനിയിപ്പം ഇവരെന്നെ എടുക്കാതിരിക്കുമോ? അല്ലെങ്കിൽ ഇൻ്റർവ്യൂ കഴിഞ്ഞ് പറയേണ്ടതല്ലേ? ഞാൻ അച്ഛനെ ശല്യപ്പെടുത്തിക്കൊണ്ട് പുറകെ തന്നെ നടന്നു. എടുക്കുവോ അച്ഛാ, എടുക്കുവോ അച്ഛാ. അവരൊന്നും പറഞ്ഞില്ല. പോയിട്ട് വരാം. അവർ പോയിക്കൊള്ളാൻ പറഞ്ഞില്ലേ, പിന്നെന്തിനാ ഇവിടെ നിൽക്കുന്നേ? സമയമായി, വിവരം അറിയിക്കുമ്പോൾ വരാം. അല്ലാണ്ട് വേറെ എന്ത് ചെയ്യാനാ? ഇറങ്ങി കുറച്ചങ്ങോട്ട് മാറിയാണ് ബസ് സ്റ്റോപ്പ്. അവിടെ പോയി ബസ് കാത്തു നിന്നു. ആരെങ്കിലും വിളിക്കുമോ എന്ന് തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കുന്നുമുണ്ട്. ആദ്യത്തെ ബസ്സിൽ തന്നെ കയറി. അടുത്ത സ്റ്റോപ്പിലെത്തുമ്പോഴുണ്ട് സുലോചന ചേച്ചി അതേ ബസ്സിൽ കയറുന്നു. എൻ്റെ സീറ്റിൽ തന്നെയാണ് വന്നിരുന്നത്. ചിരിച്ചുകൊണ്ട് ചോദിക്കാതെ തന്നെ പറഞ്ഞു, മോളെ, നിന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. നിന്നെ എടുക്കും. ഇനി കുഴപ്പമൊന്നുമില്ല. എന്നാലും ചേച്ചി പറയുന്ന മാതിരി നടന്നോണം. പറയണത് പോലെ നിന്നോണം. ബാക്കിയുള്ളവർ പറയുന്നതൊന്നും കേൾക്കണ്ട. കാണുന്നത് മാതിരിയൊന്നുമല്ല. ഒരുപാട് സംഭവങ്ങളൊക്കെയുണ്ട്. അവിടെ ഒരുപാട് കുത്തിത്തിരിപ്പുകളൊക്കെ ഉള്ളതാ. അത് മോള് വക വയ്ക്കണ്ട. നിന്നെ ഇഷ്ടപ്പെട്ടു. അറച്ചറച്ച് ഞാൻ പറഞ്ഞു, ഞാൻ പാടിയതൊക്കെ പാടാനും ആടാനുമൊക്കെ നിനക്ക് നല്ല ഉത്സാഹമുണ്ടല്ലോ. അതാ കാര്യം.
ഡാൻസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഉടനെ ചെയ്തല്ലോ. അതാ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്. എല്ലാം ഇനി ഇതുപോലെ ഇരിക്കണം. എന്തായാലും വിളിക്കും. ഇല്ലെങ്കിൽ ഞാൻ വിളിപ്പിച്ചോളാം. പേടിക്കൊന്നും വേണ്ട. ഞാനാ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നേ. സുലോചന ചേച്ചിയുടെ ഒരു ചേച്ചി മാവേലിക്കരയിൽ താമസിക്കുന്നുണ്ട്. അങ്ങോട്ടുള്ള യാത്രയാണ്. അതുകൊണ്ടാണ് ഊണ് കഴിഞ്ഞപ്പോഴേ വീട്ടിലേക്ക് പോയത്. ചേച്ചിയുടെ കൂടെ ചേച്ചിയുടെ അണ്ണനുമുണ്ട്. ബസ്സിലിരുന്ന് അവർ സ്വന്തം കാര്യങ്ങളൊക്കെ പറഞ്ഞു. സുലോചന ചേച്ചിക്ക് വന്ന ആലോചനയായിരുന്നു അത്. സുലോചന ചേച്ചി വേണ്ടെന്ന് പറഞ്ഞിട്ട് ചേച്ചിയെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചതാണ്. KPSCക്കും പാർട്ടിക്കും വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചതാണ്. കല്യാണമൊന്നും കഴിക്കുന്നില്ല. ഒരു യാത്രക്കിടയിൽ അവരിതൊക്കെ പറഞ്ഞു തീർത്തു. മാവേലിക്കരയിലെത്തിയപ്പോൾ അവരിറങ്ങി. ഇറങ്ങുന്നതിന് മുൻപ് ഒരു കാര്യം കൂടെ പറഞ്ഞു. ഇതുപോലൊന്നും ഇരുന്നാൽ പോരാ, കുറച്ചുകൂടെ വണ്ണമൊക്കെ വെക്കണം. KP ഉമ്മറിൻ്റെ ഭാര്യയായിട്ടൊക്കെ അശ്വമേധത്തിൽ അഭിനയിക്കാനൊക്കെ ഉള്ളതാ. അതിന് ഒത്ത ശരീരമൊക്കെ വേണം. അശ്വമേധത്തിൽ അന്ന് ഡോളിയുടെ വേഷം ചെയ്യുന്നത് കൊട്ടാരക്കരയിൽ നിന്നുള്ള രാജകുമാരിയാണ്. അവർക്ക് നല്ല വണ്ണവും ഉയരവുമൊക്കെയുണ്ട്. KP ഉമ്മറുമായി മാച്ച് ചെയ്യണമെങ്കിൽ അതൊക്കെ വേണം. എന്തായാലും എടുക്കുമെന്ന് ഉറപ്പൊക്കെ കിട്ടിയല്ലോ. എൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റൂല. പഴയ പള്ളിപ്പാട്ടിൽ പറയുന്നത് പോലെ സ്വർഗത്തിലേക്ക് ഞാൻ എടുത്തു ചാടും. ബസ്സിലിരിക്കുമ്പോഴേ വണ്ണം വയ്ക്കാനുള്ള പദ്ധതികൾ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. വീട്ടിലെത്തുന്നതിന് മുൻപേ വണ്ണം വയ്ക്കാൻ തുടങ്ങണം. ഇനി ഒട്ടും സമയം കളയാനില്ല. വീട്ടിലൊന്നും പോകാതെ നേരെ പോയത് അൽഫോൻസ ആശുപത്രിയിലേക്കാണ്. അവിടെയാണ് ഡോക്ടർ ജോസ് ഉള്ളത്. 2 പെൺപിള്ളേരാണ് ഡോക്ടർക്കുള്ളത്. അവരെ ഡാൻസ് പഠിപ്പിക്കുന്നത് ഞാനാണ്. നേരെ പോയി ഡോക്ടറെ കണ്ടു. എനിക്ക് കുറച്ചുകൂടെ വണ്ണമൊക്കെ വെക്കണം. അതിനുള്ള മരുന്ന് എന്തെങ്കിലും തരണം. മരുന്നൊക്കെ തരാം. പിന്നീട് തടി കൂടിപ്പോയെന്ന് പറഞ്ഞ് വരരുത് എൻ്റെ അടുക്കൽ. ഞാൻ എന്തായാലും കംപ്ലൈൻറ്റുമായി വരില്ല. വണ്ണം വയ്ക്കാതെ പറ്റില്ല. അതാ കാര്യം. അങ്ങനത്തെ ഒരിതാ വന്നിരിക്കുന്നേ. ഡോക്ടർ എൻ്റെ ചന്തിയിൽ ഒരു ഇഞ്ചക്ഷൻ തന്നു. ഒന്നിരാടം കൂടുമ്പോൾ വരണമെന്നും പറഞ്ഞു. എന്നിട്ട് കൂട്ടിച്ചേർത്തു, ആഴ്ചയിലൊരിക്കൽ വീതം എടുക്കുന്ന ഇഞ്ചക്ഷനാ. പെട്ടെന്ന് വണ്ണം വേണ്ടേ? തിരക്കല്ലേ? അതുകൊണ്ട് ഒന്നിരാടമാക്കാം. അമ്മയ്ക്ക് തോന്നിയിരിക്കണം അതുകൊണ്ടൊന്നും പോരെന്ന്. അമ്മ കാണുന്നവരോടൊക്കെ തടി വയ്ക്കുന്ന കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ തുടങ്ങി. ആരോ പറഞ്ഞു പോത്തിൻ്റെ വാൽ സൂപ്പ് വെച്ച് കഴിച്ചാൽ തടി വയ്ക്കുമെന്ന്. പിന്നെ ഉണക്കമുന്തിരി കള്ളിലിട്ട് വെച്ച് രാവിലെ ഞെരടിപ്പിഴിഞ്ഞെടുത്ത് കുടിച്ചാൽ തടി വയ്ക്കും. പാലിൽ പച്ചമുട്ടയടിച്ചു കുടിച്ചാൽ തടി വയ്ക്കും. പഴങ്കഞ്ഞി കുടിച്ചാൽ തടി വയ്ക്കും. ഇതൊക്കെ കഴിഞ്ഞ് രാത്രി കിടക്കാൻ നേരം ച്യവനപ്രാശവും. ദിവസവും വണ്ണം വയ്ക്കൽ ചികിത്സയാണ്. 16 ഇഞ്ചക്ഷനാണ് പറഞ്ഞിരുന്നത്. അതാണത്രേ ഒരു കോഴ്സ്. അത് തീർന്നില്ല. അതിനു മുമ്പ് വിളി വന്നു. കുറച്ചൊന്ന് മിനിങ്ങിയിരുന്നു. ഇപ്പോഴാണ് അതിൻ്റെ കുഴപ്പം അറിയുന്നത്. അന്ന് ഡോക്ടർ പറഞ്ഞത് ശരിയാണ്. ഇന്ന് രാത്രി ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിച്ചാൽ നാളെ നേരം വെളുക്കുമ്പോൾ അത് തടിയിലുണ്ടാവും. ഇങ്ങനെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് തടിവയ്ക്കൽ വ്രതം നടക്കുന്ന കാലത്താണ് കൊടുങ്ങല്ലൂർ യാത്രയൊക്കെ നടന്നത്. അത് പറഞ്ഞു കഴിഞ്ഞതാണല്ലോ. KPSCയിൽ ക്ലാരിനെറ്റ് വായിക്കുന്ന ഒരു പാപ്പച്ചനുണ്ട്. അയാളുടെ വീട് ചങ്ങനാശ്ശേരിയിൽ വട്ടപ്പള്ളിയിലാണ്. അവിടെ അടുത്ത് തന്നെ. എനിക്ക് നേരത്തെ തന്നെ നല്ലവണ്ണം അറിയാം. ഒരു ദിവസം ഓടിക്കിതച്ച് വന്നിട്ട് പറഞ്ഞു, ബാസിച്ചേട്ടനൊക്കെ വരുന്നുണ്ട്, ലളിതയെ ഒന്നുകൂടി കാണണം, അവരൊക്കെയുണ്ട്. എന്താ ചെയ്യുക, വല്ലാത്ത വെപ്രാളമായി. അന്നാണ് അവർ വരുന്നത്. രാവിലെയാണ് വന്നു പറഞ്ഞത്. ഉച്ചയ്ക്ക് അവരിങ്ങെത്തും. ഉടനെ അച്ഛനെ ആളയച്ച് വിളിപ്പിച്ചു. അവർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? ചായയാവാം. അതിൻ്റെ കൂടെ അന്നവിടെ താറാവ് മുട്ട നല്ലവണ്ണം കിട്ടുന്ന സമയമാണ്. താറാവ് വളർത്തുകാർ പാടത്തിലൊക്കെ താറാമ്പറ്റങ്ങളെ കൊണ്ട് ഇറങ്ങുന്ന സമയം. മുട്ട വാങ്ങിച്ച് ഓംലെറ്റൊക്കെ ഉണ്ടാക്കി 4-4:30 അവരെത്തി. ചായ കുടിച്ചിട്ട് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല കേട്ടോ, എല്ലാവർക്കും അവിടെ ഇഷ്ടപ്പെട്ടിട്ടൊക്കെയുണ്ട്. പക്ഷേ ഒരു കാര്യം, കുറച്ചുകൂടി തടിയൊക്കെ വെക്കണം. സുലോചന ചേച്ചി പറഞ്ഞിട്ട് മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്. അതെപ്പം? അപ്പോഴാണ് സുലോചന ചേച്ചി സംസാരിച്ച കാര്യങ്ങളെല്ലാം അവരറിയുന്നത്. കോട്ടയത്ത്
മാമൻ മാപ്പിള ഹാളിൽ അന്ന് മുടിയനായ പുത്രൻ കളിക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് പോകുന്ന വഴിയിൽ കയറിയതാണ്. പോകാനിറങ്ങിയപ്പോൾ പറഞ്ഞു, നാടകം കാണാൻ വന്നോളൂ, ഒരു സാരിയൊക്കെ ഉടുത്തുകൊണ്ട് വരണം, ഈ പാവാടയും ബ്ലൗസും ഒന്നും വേണ്ട. അമ്മയ്ക്ക് ഒരുപാട് സാരിയൊക്കെയുണ്ട്. എവിടെയും അങ്ങനെ അധികമൊന്നും പോവാത്തതുകൊണ്ട് അതൊക്കെ പുതുപുത്തനാണ്. എന്നാൽ എനിക്കിപ്പോൾ അതൊന്നും വേണ്ട, പുതിയൊരു സാരി തന്നെ വേണം. അച്ഛൻ സാരി വാങ്ങിക്കാൻ സ്റ്റുഡിയോയിൽ നിന്നും കാശൊക്കെ സംഘടിപ്പിച്ചു. അന്ന് ലക്ഷ്മണ ടെക്സ്റ്റൈൽസ് എന്നൊരു തുണിക്കടയുണ്ട് ചങ്ങനാശ്ശേരിയിൽ. വട്ടപ്പള്ളിയിൽ നിന്ന് നേരെ പോകുമ്പോൾ ഇടതുവശത്ത്. അച്ഛൻ പറഞ്ഞു, നീ വരണ്ട, ഞാൻ തന്നെ വാങ്ങിക്കൊണ്ട് വരാം. എന്തോ കളറ് വേണം? ഇളം പച്ച കളറ് മതി. ഞാൻ കൂടെ പോയാൽ കണ്ട അതും ഇതുമൊക്കെ വാങ്ങും. അതുകൊണ്ടാണ് വരണ്ടെന്ന് പറഞ്ഞത്. ഇപ്പോഴും ആ സ്വഭാവം മാറിയിട്ടില്ല. കടയിൽ കാശുമായി കയറിയാൽ തിരിച്ചിറങ്ങുമ്പോൾ പണം തീർന്നിരിക്കും. ഒന്നും പ്രത്യേകിച്ച് വാങ്ങാനില്ലെങ്കിലും ഫലം അതായിരിക്കും. അച്ഛൻ എനിക്ക് ഇളം പച്ച നിറത്തിലുള്ള സാരി വാങ്ങിക്കൊണ്ടുവന്നു. ഇളം പച്ച നിറത്തിലുള്ള ഒരു ബ്ലൗസ് ഉണ്ട് എനിക്ക്. അതുകൊണ്ടാണ് സാരിയുടെ നിറം അത് മതിയെന്ന് പറഞ്ഞത്. പാലസ് സിൽക്കിൻ്റെ സാരി, അതിൻ്റെ പേരതാണ്. പളപളാന്നിരിക്കും. അന്ന് അതാണ് സ്റ്റൈൽ. 20 രൂപയാണ് സാരിക്ക് അന്ന് വില. സാരി ഉടുക്കാനൊന്നും എനിക്കറിയില്ല. എൻ്റെ അമ്മയാണ് അവിടെയും ഇവിടെയും പിന്നൊക്കെ കുത്തിവെച്ച് ഉടുപ്പിച്ചത്. ചങ്ങനാശ്ശേരിയിൽ നിന്ന് ബസ്സിൽ കോട്ടയത്തെത്തി. ഞങ്ങളെല്ലാവരും ഉണ്ട്. 8 മണിയായപ്പോൾ മാമൻ മാപ്പിള ഹാളിലെത്തി. ഞങ്ങളെ സ്റ്റേജിൽ വിളിച്ചിരുത്തി നാടകം കാണിച്ചു. അന്ന് രാജകുമാരിയാണ് ഭാവിയിലെ എൻ്റെ ഭാഗം അഭിനയിക്കുന്നത്. തിരിച്ച് പിന്നെ KPSCയുടെ വണ്ടിയിലാണ് വരുന്നത്. അവർ ഞങ്ങളെ വീടിൻ്റെ നടയിൽ ഇറക്കിപ്പോയി. റിഹേഴ്സൽ തുടങ്ങുമ്പോൾ അറിയിക്കാമെന്നും പറഞ്ഞു. ഞാൻ നാട് മുഴുവൻ പറഞ്ഞു നടന്നു, എന്നെ KPSCയിൽ എടുത്തെന്നൊക്കെ. തങ്കമ്മ ചേച്ചിയോട് പറഞ്ഞു, ഇനി പാർട്ടി പ്രവർത്തനത്തിനൊക്കെ ഇങ്ങനെ കൂടെ വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ദിവസവും നാടകമൊക്കെ കാണും. അത് സാരമില്ല, നീ ബാക്കിയുള്ള സമയത്തൊക്കെ വന്നാൽ മതി. പകുതി പേർക്കും എന്നെ ഇഷ്ടപ്പെട്ടില്ലെന്ന കാര്യം പിന്നീട് അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത്. ഒട്ടും ശരീരമില്ല, വണ്ണമില്ല. KP ഉമ്മറിൻ്റെയൊക്കെ ഒപ്പം അശ്വമേധത്തിലെ ഡോക്ടറുടെ ഭാര്യ ഡോളിയായിട്ടൊക്കെ എങ്ങനെ അഭിനയിക്കുമെന്നാണ് ചോദ്യം. സുലോചന ചേച്ചിയും ബാസി ചേട്ടനും ഇങ്ങനെ വിരലിലെണ്ണാവുന്നവരേയുള്ളൂ എന്നെ അനുകൂലിക്കാൻ. നിൽക്കട്ടെ, കുഴപ്പമില്ല, കുറച്ചുകൂടെ കഴിയുമ്പോഴേക്കും ശരിയാവും എന്നൊക്കെ അവർ പറഞ്ഞു. അവരുടെ രണ്ടാളുടെയും വീറ്റോ പ്രയോഗമാണ് എന്നെ രക്ഷിച്ചത്. അല്ലെങ്കിൽ ഞാനൊരിക്കലും KPSC ലളിതയാവുമായിരുന്നില്ല.